കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ആലപ്പുഴയിൽ നടന്ന 4 സ്ത്രീകളുടെ തിരോധാനം. പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട് ദുരൂഹതകൾ നിറഞ്ഞതാണ്. ഈ 4 സ്ത്രീകളെയും, അതായത് ബിന്ദു പത്മനാഭൻ, ജൈനമ്മ, സിന്ധു എന്ന ബിന്ദു, ഐഷ എന്നിവരെ സെബാസ്റ്റ്യനാണ് കൊലപ്പെടുത്തിയത്. അതിനുവേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ആലപ്പുഴ പള്ളിപ്പുറത്ത് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തെളിവെടുപ്പിൽ 1-ലധികം അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. JCB ഉപയോഗിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. ജൈനമ്മ തിരോധാന കേസിലെ മുഖ്യപ്രതി സെബാസ്റ്റ്യനുമായാണ് തെളിവെടുപ്പ് നടക്കുന്നത്. നേരത്തെ പറമ്പിൽ നിന്ന് കത്തിച്ച അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുത്തിരുന്നു. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട 4 സ്ത്രീകളുടെ തിരോധാനമാണ് പോലീസ് പരിശോധിക്കുന്നത്. അവിടെ ഇപ്പോൾ JCB കൊണ്ടുവന്ന് നേരത്തെ ആദ്യം കുഴിച്ച ഫസ്റ്റ് ഡേ വന്ന് കുഴിച്ച ദിവസം അടുത്ത് അതിന് സമയത്തോട്ട് കുഴിച്ചിട്ട് അസ്ഥി കഷ്ണം കെട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ പോലീസ് എടുത്ത് ചാക്ക് വിരിച്ച് അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നടന്നിട്ട്. എത്ര അസ്ഥി കഷ്ണങ്ങൾ കിട്ടി? ഞാനിപ്പോൾ ഒരു നേരം മുമ്പ് ഒരു 4-5 കഷ്ണം കിട്ടിയിട്ടുണ്ട്. കാരണം കുറഞ്ഞ ചെറിയ മുഴുത്ത ചെറിയ അസ്ഥി കഷ്ണം കിട്ടിയിട്ടുണ്ട്. ഹ്യൂമൻ ബോഡിയുടെ ആണെന്ന് അറിയാനൊക്കില്ല. എന്നാലും ചാക്ക് ഇട്ടിട്ട് പഴയതുപോലെ തന്നെ അതിലേക്ക് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. കളക്ട് ചെയ്തോണ്ടിരിക്കുവാണ് ക്രൈംബ്രാഞ്ച്. അപ്പം 4-ലധികം കിട്ടിയിട്ടുണ്ടല്ലേ? 4-ലധികം കിട്ടിയിട്ടുണ്ട്. നേരത്തെ കുഴിച്ച സ്പോട്ട് തന്നെയാണോ? ആ കുഴിച്ച സ്പോട്ടിന് സമീപത്ത് തന്നെ കുഴിച്ചിരിക്കുന്നത് ആണല്ലേ? അപ്പൊ അവിടെ കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കണ്ടിട്ട് JCBക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. പോലീസ് അത് തൂമ്പയ്ക്ക് വേണ്ടി ഇളക്കി തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എത്രമാത്രം വലിപ്പമുണ്ട്? ആദ്യം എടുത്തതിന് ഏകദേശം ഇഷ്ടം മുഴുപ്പുണ്ട്. ആദ്യം കിട്ടിയ വർഷം. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഒരു പ്രദേശവാസിയുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. കൂടുതൽ അസ്ഥികൂടങ്ങൾ ഈ പ്രദേശത്തു നിന്നും സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്നും കണ്ടെത്തിയെന്ന് ഇയാൾ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അങ്ങനെയെങ്കിൽ ജൈനമ്മ മാത്രമല്ല, കൂടുതൽ ആളുകളെ നമ്മൾ നേരത്തെ ശരണ്യയുടെ അന്വേഷണത്തിൽ ആ ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയതുപോലെ ഐഷ, ബിന്ദു പത്മനാഭൻ, സിന്ധു എന്ന ബിന്ദു, ഇവരെയൊക്കെ ഒരുപക്ഷെ കൊന്നു കുഴിച്ചു മൂടിയതാണോ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായി തന്നെ അന്വേഷണം നടത്തേണ്ടതാണ്. പോലീസിന്റെ ഈ തിരച്ചിലിൽ ഇന്ന് എന്തൊക്കെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത് ശരണ്യ? ടോമ, ഇന്ന് രാവിലെ 11 മണിക്ക് ശേഷമാണ് ഇയാളുമായി സെബാസ്റ്റ്യനുമായി പള്ളിപ്പുറത്തെ ഈ വീട്ടിൽ എത്തിയിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ നേരത്തെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഭാഗത്താണ്, അതിന് തൊട്ടടുത്തായി എടുത്ത കുഴിയിലാണ് ഇപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വിശദമായി പരിശോധിക്കുന്നു ഒരു ഭാഗത്ത്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ അതായത് ആദ്യം തിരിച്ച കോമ്പൗണ്ട് ഭാഗത്ത് നിന്ന് പിന്നീട് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മാറ്റി കൂടുതൽ ഭാഗം ഇപ്പോൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലം മൊത്തം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പുല്ലുകളൊക്കെ വെട്ടി തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്തെ, അതായത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന JCB ഉപയോഗിച്ച് ഉള്ള മണ്ണ് പരിശോധിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തായിരുന്നു ഇതിനു മുമ്പ് മൃതദേഹാവശിഷ്ടങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ആ സ്പോട്ടിന് തൊട്ടടുത്ത് അതിന് 1 മീറ്ററോളം വ്യത്യാസത്തിലാണ് അടുത്ത സ്ഥലത്ത് ഇപ്പോൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനിപ്പോൾ സ്ഥിരീകരണമായിട്ടുണ്ട്. പോലീസ് മണ്ണ് JCB ഉപയോഗിച്ച് അവിടേക്ക് ഇടുമ്പോൾ തന്നെ അത് പരിശോധിച്ച് അതിൽ നിന്ന് അസ്ഥി കഷ്ണങ്ങൾ മാറ്റിയിടുന്നത് നമുക്ക് കാണാനാകുന്നുണ്ട്. എന്തായാലും ഫോറൻസിക് സ്ഥിരീകരണം അടക്കം വരണം. ഇത് പ്രത്യേകിച്ച് DNA പരിശോധന അടക്കം വരേണ്ടതുണ്ട്. ഇത് ആരുടേതാണ് എന്നുള്ളത്. തൊട്ടടുത്തുള്ള കുളവും ഇതിന്റെ പോലീസ് നിശ്ചയിച്ചിട്ടുള്ള സ്പോട്ടിൽ ഉള്ളതാണ് എന്ന് തന്നെയാണ്. കാരണം ഈ കുളത്തിലാണ് ഈ നേരത്തെ മുഷിയടക്കം വളർത്തിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കുളത്തിലെ വെള്ളം പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്കായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ ഇപ്പോൾ വീടിനകത്താണ് ഉള്ളത്. ഈ വീട് കേന്ദ്രീകരിച്ചും ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ വീടിനകത്ത് ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീടിനകത്തും കൂടുതൽ ദുരൂഹതകൾ ഉണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. മാത്രമല്ല, ഇപ്പോൾ ഇവിടേക്ക് വന്ന് ആദ്യ പരിശോധനയിലേക്ക് എത്തിയ സ്ഥലത്ത് തന്നെ അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ ഒരു ധാരണ ഇതിന്റെ പുറത്തുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആദ്യം കുഴിച്ച സ്പോട്ടിൽ തന്നെ ഇപ്പോൾ ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വിശദമായ ഒരു പരിശോധന തന്നെ ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകും. കാരണം സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരിട്ട് തന്നെ സ്ഥിരീകരിക്കാനായിട്ടുള്ളത് 3 സ്ത്രീകളുടെ തിരോധാനവുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ട് എന്നുള്ളതാണ്. 4-മതൊരു സ്ത്രീയുടെ കേസ് കൂടി പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഇത്രയധികം
വളരെയധികം സ്ത്രീകൾ, ഇയാളുമായി അടുത്തിടപെടുന്ന സ്ത്രീകൾ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് അതിൽ കൃത്യമായ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഏറ്റവും നിർണായകമായ, അതായത് ജൈനമ്മ തിരോധാന കേസിലെ ഏറ്റവും നിർണായകമായ തെളിവെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ പുരയിടത്തിലാണ് ഇത് നടക്കുന്നത്. വീടിന്റെ തെക്ക് ഭാഗത്തായി ആണ് കഴിഞ്ഞ ദിവസം മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അവിടെ ഒരു കുഴിയെടുത്ത നിലയിൽ അവിടെ മൃതദേഹം അവശിഷ്ടങ്ങൾ കത്തിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. 150ഓളം എല്ലിൻ കഷ്ണങ്ങളാണ് കൊല്ലത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചത്. അതിന്റെ ബാക്കി ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സെബാസ്റ്റിനെ പുറത്തേക്ക്, ഈ സ്പോട്ടിലേക്ക് സെബാസ്റ്റിനെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. നമുക്കറിയാം, ഇതുവരെ തെളിയിക്കപ്പെടാത്ത കേസുകൾ. ആദ്യം ബിന്ദു പത്മനാഭൻ കേസ് വരുന്നു. ബിന്ദു പത്മനാഭനുമായി 2003 കാലയളവ് മുതൽ സെബാസ്റ്റിന് ബന്ധമുണ്ട് എന്നുള്ളത് എല്ലാവരും സ്ഥിരീകരിക്കുന്ന ഒന്നാണ്. 2006 വരെ ബിന്ദു പത്മനാഭനെ ആരും കണ്ടിട്ടില്ല. 2006 ശേഷം 2005ഓടുകൂടി അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലും ഉപയോഗിക്കുന്നില്ല എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിരുന്നു. അതായത് അതിനുശേഷം ഐഷ ഉണ്ടാകുന്നു. 2012 ഐഷയുടെ കേസ് വരുന്നു. ഐഷയുടെ കേസാണ് ആദ്യം തിരോധാന കേസായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ബിന്ദു 2006 മുതൽ ബിന്ദുവിനെ കാണാനില്ലെങ്കിലും ബാംഗ്ലൂരും ആലപ്പുഴയിലുമായി താമസിച്ചു വരുന്ന ബിന്ദു പിന്നീട് ബിന്ദുവിന്റെ സഹോദരൻ, ഇറ്റലിയിലായ സഹോദരൻ 2017 പരാതി നൽകുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു പ്രശ്നം ആദ്യം തന്നെ ആ കേസുകളെ ബാധിച്ചിരുന്നു. കാലപ്പഴക്കം ഒരു വലിയ പ്രശ്നമായി അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതിൽ ഈ തിരോധാനങ്ങളുമായി ബന്ധമുണ്ടെങ്കിലും ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളെ തെളിവുകൾ സഹിതം പിടിക്കാനായിട്ടുള്ളത് ഇപ്പോൾ ഈ ജൈനമ്മ തിരോധാന കേസിലാണ്. ജൈനമ്മ തിരോധാന കേസിലെ നിർണായകമായ ഈരാറ്റുപേട്ടയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ, പിന്നീട് അതിൽ നിന്നും മൊബൈൽ ഫോൺ, ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ഇയാളുടെ കൈവശമുണ്ടായിരുന്നു എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. അതോടുകൂടി സെബാസ്റ്റ്യൻ കസ്റ്റഡിയിലാവുകയും ചെയ്യുന്നു. പിന്നീട് അവിടെ നിന്നും സെബാസ്റ്റ്യൻ സ്വർണം പണയം വെച്ചതായി സ്ഥിരീകരിച്ചു. സ്വർണം കുന്നത്ത് ജ്വല്ലറി, ചേർത്തല നഗരത്തിൽ തന്നെ കുന്നത്ത് ജ്വല്ലറിയിലും ഒപ്പം ശ്രീ വെങ്കടേശ്വര ജ്വല്ലറി, അവിടെ നിന്ന് പണയത്തിലെടുത്ത സ്വർണം ഇവിടെ വെങ്കടേശ്വര ജ്വല്ലറി കൊണ്ട് ഉരുക്കിയിട്ടുണ്ട് എന്നുള്ളതും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രണ്ടിടങ്ങളിലായി ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തെളിവെടുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലൊക്കെ തന്നെയും യാതൊരു കുലുക്കവുമില്ലാതെ അന്വേഷണ സംഘത്തോടൊപ്പം സെബാസ്റ്റ്യനെയാണ് നമ്മൾ കണ്ടത്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തില് സെബാസ്റ്റ്യൻ പോലീസിനോടൊട്ടും സഹകരിച്ചിരുന്നില്ല. ഇതിപ്പോൾ കൃത്യമായും സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ടോ എവിടെയൊക്കെയാണ് ആളുകളെ, ഈ സ്ത്രീകളെ കൊന്നു കുഴിച്ചുമൂടിയെന്ന കാര്യം തുറന്ന് സമ്മതിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ആരൊക്കെയാണ് കൊലപ്പെടുത്തിയതെന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയാണ് സെബാസ്റ്റ്യൻ ഈ അന്വേഷണവുമായി സഹകരിച്ച് ഈ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ കൃത്യമായ മറുപടി നൽകുന്നുണ്ടോ? അതോ പോലീസിന്റെ ഒരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിവിധയിടങ്ങളിൽ ഇയാളുടെ പുരയിടത്തിൽ പരിശോധന, ഈ തെരച്ചിൽ നടത്തുകയാണോ? കൊല്ലത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘവും ആലപ്പുഴയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘവും ഇവിടെയുണ്ട്. സംയുക്തമായാണ് പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ജൈനമ്മ തിരോധാന കേസിലാണ് മാത്രമാണ് ഇപ്പോൾ പോലീസിന് ഒരു തുമ്പ് ലഭിച്ചിട്ടുള്ളത്. അതിനകത്താണ് ഇപ്പോൾ ജൈനമ്മയുടെ തിരോധാനം, ജൈനമ്മ ജീവനോടെ ഇല്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം പോകുന്നത്. അതുപോലെ തന്നെ ബിന്ദു പത്മനാഭനും ഒപ്പം തന്നെ ഐഷയും, ഈ രണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ടും അവരിപ്പോൾ ജീവനോടെ ഇല്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. കാരണം ബിന്ദു പത്മനാഭൻ 2006 ശേഷം 2004 അവര് ആലപ്പുഴ നഗരത്തിലേക്ക് താമസം മാറുന്നു. 2005 മെയ് വരെയാണ് അവരുടെ ട്രഷറി അക്കൗണ്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം അത് ഉപയോഗിക്കാത്ത സാഹചര്യമുണ്ട്, പണം എടുക്കാത്ത സാഹചര്യമുണ്ട്. ഐഷയും ഇതുപോലെ തന്നെയാണ്. ഐഷയുടെ പെൻഷനുകൾ അക്കൗണ്ടിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു. പിന്നീട് അത് ഐഷ ലൈഫ് സർട്ടിഫിക്കറ്റ് അടക്കം നൽകാതെ ഇരിക്കുന്ന കാലയളവ് വരെയുള്ള പെൻഷനുകൾ വന്നിട്ടുണ്ട്. അത് ആരും എടുത്തിട്ടില്ല. അങ്ങനെയുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ജീവനുള്ള സ്ത്രീകളാണെങ്കിൽ ഇവർ ഇത് എടുത്തേനെ എന്നുള്ളതടക്കം പണമടക്കം എടുക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്ത്രീകൾ ആരും ജീവനോടെ ഇല്ല എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് അന്വേഷണ സംഘം പോകുന്നത്. അവരുമായി അടുത്ത ബന്ധം സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നുള്ള സ്ഥിരീകരണം അവർക്ക് പലയിടങ്ങളിൽ നിന്ന് നിൽക്കുമ്പോഴും തെളിവുകളാണ് ഒരു കേസിൽ ഏറ്റവും നിർണായകമായത്. ആ തെളിവുകളിലേക്ക് എത്രമാത്രം എത്താൻ കഴിയുമെന്നുള്ളതാണ്. എന്തായാലും സെബാസ്റ്റ്യൻ എന്ന ഒരു ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയെ കൃത്യമായി കുടുക്കുന്ന ഒരു കേസായി ഏറ്റുമാനൂർ കേസ് വരുന്നു എന്നുള്ളതാണ് ജൈനമ്മ തിരോധാന കേസിൽ. പക്ഷേ ഇവിടെ നിന്ന് കിട്ടുന്ന അസ്ഥികൾ ആരുടേതാണെന്നൊരു സ്ഥിരീകരണം എത്തുന്നതുവരെ നമുക്ക് അതും പറയാൻ കഴിയില്ല. ജൈനമ്മയുടെ കേസാണോ ഇവിടെ തെളിയിക്കപ്പെടുന്നത്, അത് മറ്റാരുടെയെങ്കിലും ആണോ എന്നതിനെ സംബന്ധിച്ച ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലും ഇപ്പോൾ എത്താൻ കഴിയില്ല. അത്രമേൽ നിഗൂഢമാണ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഓരോ കേസുകളും. ടോം. യെസ്, ശരണ്യയിലേക്ക്